എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ പെന്തക്കോസ്ത് സഭ വിട്ടു. പെന്തക്കോസ്തുകാരെല്ലാം തീവ്രവാദികളാണ്, താൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള, അദ്ദേഹം ഒരു പാസ്റ്റർ മകനാണ്, അങ്ങനെ വളരെ വിമർശനാത്മകമായി പെന്തക്കോസ്ത് സമൂഹത്തെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു. ഇതിന് പലതിനും മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കാലാകാലങ്ങളിലായി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉയരുന്ന വിമർശനങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇദ്ദേഹവുമായി ഒരു സംവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹം കടന്നുപോയ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തെറ്റും ശരിയുമുണ്ട്. പെന്തക്കോസ്തുകാർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാനും പെന്തക്കോസ്തുകാരനാണ്, വിശ്വസിക്കുന്ന ഒരു കാര്യം, 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ വിശ്വാസത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിശ്വാസ ചിന്താധാര അത് പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ തന്നെ പെന്തക്കോസ്ത് സമൂഹം, ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പ്രായോഗികതയിൽ ഒരുപാട് പരിമിതികൾ വന്നിരിക്കുന്നു. ദൈവശാസ്ത്ര പഠനത്തിന്റെ അഭാവം, അതിന്റെ പ്രായോഗികതയിലുള്ള അഭാവം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട്. സ്റ്റിൽ ഇതിനെപ്പോലുള്ളവർ പെന്തക്കോസ്തുകാരനായി അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തുടരുന്നതിന്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ വിശ്വാസവുമായി തത്വത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പെന്തക്കോസ്തുകാർക്കുള്ള ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസത്തെ, അതിന്റെ പ്രായോഗികതയെ ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും പെന്തക്കോസ്തിന്റെ ഉള്ളിലുണ്ട്. ചിലർ പറയും പുറത്താക്കില്ല എന്ന് ചോദിക്കും. IPC പുറത്താക്കിയാൽ AGയിൽ പോകാം, AGയിൽ നിന്ന് പുറത്താക്കിയാൽ ചർച്ച് ഓഫ് ഗോഡിലും പോകാം. മോറലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയതിന്റെ പേരിലാണെങ്കിൽ സംഘടനകൾ വിട്ടാൽ മറ്റ് സംഘടനകളിലേക്ക് ചേരാം. ഇനി ഒരു സംഘടനയിലും നമ്മളെ കയറ്റിയില്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ചർച്ചകളിൽ പോകാം. അത് പെന്തക്കോസ്തിന്റെ ഒരു പ്രത്യേകതയാണ്. പെന്തക്കോസ്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്തിനെ വിമർശിക്കാം. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സുവിശേഷ വേല, അദ്ദേഹം ഒരു പാസ്റ്റർ മകനാണെന്ന് പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോയി ചെയ്യുന്ന സുവിശേഷ വേലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ശരിയായി കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. വെറുതെ ത്യാഗം ചെയ്യാനെന്ന മട്ടിൽ കുറച്ചുപേർ അങ്ങോട്ട് പോകുന്നു. അവിടെ മനപരിവർത്തനം എന്ന ലെവലിൽ മതപരിവർത്തനം നടത്തുന്നു. പാസ്റ്റേഴ്സിന്റെ മക്കൾ, അവിടെ പോയി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന പാസ്റ്റേഴ്സിന്റെ മക്കൾ വളരെ ദാരിദ്ര്യത്തിൽ, എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാതെ വല്ലാത്തൊരു പരിതസ്ഥിതിയിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ജനിച്ചത് തന്നെ ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ടാണ്. അതായത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, അതായത് IPCയുടെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ട്. ജനിച്ചു വീണ അന്ന് മുതൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി പട്ടിണി, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീടിന് വാടക കൊടുക്കാൻ പൈസയില്ല, സ്വന്തമായിട്ട് വീടില്ല, വരുമാനമില്ല, ഒന്നും നേടിയിട്ടില്ല, സമ്പാദിച്ചിട്ടില്ല, സേവിങ്സ് ഇല്ല, ഒരു തേങ്ങയും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ പകുതി യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതിൽപ്പെട്ട വിശ്വാസികൾ സുവിശേഷ വേലയ്ക്കായിട്ട് തീരുമാനമെടുത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നോർത്തിലേക്ക് കുറേയേറെ പേർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന പലരും മുഖ്യധാര പ്രസ്ഥാനങ്ങളുടെയോ, അപ്പോൾ ഞാൻ പറയുന്നത് AG, IPC, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ്, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ബേസിലായിരിക്കും കുറേയേറെ പേർ പോകുന്നത്. അല്ലാത്തവർ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷന്റെ ബേസിലായിരിക്കാം. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും, ലോക്കൽ ചർച്ചുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക നിലയിലുള്ള സാലറി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ നന്മ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായും ഒരു സാലറി കൊടുക്കേണ്ടതാണ്. കാരണം അവർ ആ പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ, അവർ സുവിശേഷ പ്രവർത്തകരായിട്ട് മാറി സുവിശേഷ വേല ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ബേസിക് സാലറി തീർച്ചയായിട്ടും വേണ്ടതാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കുറച്ചു നാൾ മുമ്പ് വളരെ കണ്ണുനീരോട് കൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മുഖ്യധാര പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി. ആദ്യത്തെ തുടക്കത്തിലുണ്ടായ ഒരു സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നീട് ഒന്നും കിട്ടിയില്ല. ഇതൊരാളുടെ അനുഭവമാണ്. അങ്ങനെ പലരും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ഞാൻ സുവിശേഷ വേല വിടത്തില്ല. കാരണം ഇതിലേക്ക് വിളിച്ചത് കർത്താവാണ്. ആ വിളിയിൽ ഞാൻ നിലനിൽക്കും. കർത്താവ് എന്നെ നടത്തുന്നു
എന്നാൽ ഈ സംഘടനയോടുള്ള ബന്ധത്തിൽ ആ സപ്പോർട്ട് അദ്ദേഹത്തിന് ചെയ്യുന്നില്ല. ഞാൻ ആ ഓർഗനൈസേഷന്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ തീർച്ചയായും നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, IPCയുടെയോ ചർച്ച് ഓഫ് ഗോഡിന്റെയോ AGയുടെയോ മറ്റേതെങ്കിലും മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെയോ സുവിശേഷ പ്രവർത്തകരായി നോർത്ത് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കുടുംബമായി ആളുകൾ പോകുമ്പോൾ അവർക്ക് കുടുംബമായി ജീവിക്കാനുള്ള വക വിലയിരുത്തേണ്ടതും കൊടുക്കേണ്ടതും സഭയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും ഉണ്ട്. ഫണ്ടിങ് എന്ന് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്ന വിശ്വാസികളായിട്ട് ഗൾഫിലും അമേരിക്കയിലും അങ്ങനെ പോയി ജോലി ചെയ്യുന്ന ക്രിസ്തീയ വിശ്വാസത്തോട് കൂറുള്ള ആദരവുള്ള സുവിശേഷ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൊടുക്കുന്ന പൈസ, അത് സുവിശേഷ വേലയെ സ്നേഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കൊടുക്കുന്ന പൈസ, അത് കൃത്യമായ കരങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ല, താഴേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം. അതിലൊക്കെ ഈ എക്സ്പെന്തോ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന സഹോദരൻ പറയുന്നതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. നമ്മളത് അംഗീകരിച്ച് മതിയാവും. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് മതിയാവും. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. അത് ഈ മതപരിവർത്തനം എന്നൊരു ലേബലാണ് പറയുന്നത്. മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പോകുന്നു പെന്തക്കോസ്തുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട് ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്നത് വൺ ഓഫ് ദി ബ്രില്യൻറ്റ് സൈക്കോളജിക്കൽ ടെററിസ്റ്റുകളാണ്. അതിൽ ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാർക്ക് ഈ പറഞ്ഞ വിമർശനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദര പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സുവിശേഷം എന്നത് യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സന്ദേശം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന സനാതനമായ സന്ദേശമാണ്. ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നു, മനപരിവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാകട്ടെ സൗത്ത് ഇന്ത്യയിലാകട്ടെ യേശു ക്രിസ്തുവിന്റെ സന്ദേശം കേട്ട് യേശു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള സന്ദേശം കേട്ട് തങ്ങൾ പിന്തുടർന്നിരുന്ന തെറ്റായിട്ടുള്ള ഇമ്മോറലായിട്ടുള്ള ജീവിത രീതികളിൽ നിന്ന് വിട്ടുമാറി ക്രിസ്തുവിലേക്ക് വന്ന് പുതിയ മനുഷ്യരായി തീർന്ന 100 1000 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റും. ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ പെന്തക്കോസ്തുകാരന്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ. ഇനി മറ്റൊരു കാര്യം, വീട് കയറി ഇറങ്ങുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വീട് കയറി ഇറങ്ങുന്നു, വീടുകളിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. ഈ 1-ാം നൂറ്റാണ്ടിലൊക്കെ അവർ പിന്തുടർന്ന ഒരു രീതിയാണ് വീട് കയറി സുവിശേഷം പറയുക, പരസ്യമായി പ്രസംഗിക്കുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ മെത്തേഡ്സ് ആണ്. നമ്മൾ മുന്നോട്ട് പോകും തോറും അപ്ഡേറ്റ് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ്. വീട് കയറി പറയുക എന്നുള്ളതിനൊക്കെ ഇനി അതിനൊരു റെലവൻസ് ഉണ്ട്, കാലിക പ്രസക്തി ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മറ്റെന്തെല്ലാം രീതികളിലൂടെ നമുക്കിപ്പോൾ സുവിശേഷവുമായി ആളുകളിലേക്ക് എത്താം. പിന്നെ പരസ്യമായി പ്രസംഗിക്കുന്നത്, അതെല്ലാ കാലത്തും ഞങ്ങൾ തുടരുന്ന യുണീക്ക് ആയിട്ടുള്ള രീതിയാണ് പരസ്യമായി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അത് തന്മൂലം സുവിശേഷ പ്രവർത്തകരായി ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ജനസമൂഹത്തോട് സംവദിക്കുക എന്നുള്ളതാണ്. നിസ്തുല്യനായ ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച്, വിമോചകനായ ക്രിസ്തുവിനെ കുറിച്ച് ആളുകളോട് സംവദിക്കുക, പറയുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം. ഈ വീട് കയറി ഇറങ്ങുന്നതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്, സുവിശേഷം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത പശ്ചാത്തലത്തിൽ, ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെ വീടുകളിലേക്ക് ചെല്ലുന്നതും അവരുടെ ആ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നതൊക്കെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആ മെത്തേഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം.